അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സുകാർക്ക് നാളെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ എഴുതി കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം, മലബാറിലെ മക്ക. മലബാറിലെ മക്ക എവിടെയാണ്? ഉത്തരം പൊന്നാനി. രണ്ടാമത്തെ ചോദ്യം എന്താണ്? മഹദൂമാരുടെ കുടുംബം. അപ്പോൾ മഹദൂമാരുടെ കുടുംബം എവിടെ നിന്ന് വന്നതാണ്? യമനിൽ നിന്ന് വന്നവരാണ്. മൂന്നാമത്തെ ചോദ്യം, അരക്കൽ രാജ കുടുംബത്തിൻ്റെ തലസ്ഥാനം ധർമ്മണ്ടം. ചോദ്യം 4, കണ്ണൂരിലെ ഇരിക്കൂറിലാണ്. ഉത്തരം നിലാമുറ്റം. അടുത്ത ചോദ്യം എന്താണ്? ചേരമാൻ മസ്ജിദ്. ഉത്തരം കൊടുങ്ങല്ലൂരിലാണ്. ആറാമത്തെ ചോദ്യം, മുഹമ്മദ് ഖാസിം അതാരാണ്? ചരിത്രകാരൻ. അങ്ങനെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം വേർതിരിക്കാം. ഇവിടെ സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വടക്കേ മലബാർ, തെക്കൻ കേരളത്തിൽ, മധ്യ മലബാറിൽ അവിടങ്ങളിലുള്ള സ്ഥലങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എടവണ്ണക്കാട്, കൊടുങ്ങല്ലൂർ, പറവണ്ണ, കണ്ണൂർ, കാസർഗോഡ്, പള്ളിപ്പുറം. ഇനി നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ആദ്യത്തേത് വടക്കേ മലബാറിലാണ്. ആദ്യം തന്നിട്ടുള്ള എന്താണ്? എടവണ്ണക്കാട്. അപ്പം നമുക്കറിയാത് തെക്കൻ കേരളത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അടുത്തത് എന്താ തന്നിട്ടുള്ളത്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എവിടെയാണുള്ളത്? അതും തെക്കൻ കേരളത്തിലാണ്. അപ്പം നമ്മൾ അവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തേത് പറവണ്ണ ഉള്ളത് മധ്യ മലബാറിലാണ്. പിന്നെന്താ തന്നിട്ടുള്ളത്? കണ്ണൂറാണ്. കണ്ണൂർ എവിടെയാണ്? വടക്കേ മലബാറിലാണ് കണ്ണൂറുള്ളത്. പിന്നെ കാസർഗോഡ് ഉണ്ട്. കാസർഗോഡ് എവിടെയാണ്? അതും വടക്കേ മലബാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് പള്ളിപ്പുറം തെക്കൻ കേരളത്തിലാണ്. നിങ്ങൾ ആ പാഠത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും പഠിച്ചു വെക്കണം. വടക്കേ മലബാറിലുള്ളതും തെക്കൻ കേരളത്തിലുള്ളതും മധ്യ മലബാറിലുള്ളതും. അതെന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ഷുവർ ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം. വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം, ഹിജറ 3-ാം വർഷം റമളാനിലായിരുന്നു ഹസ്സൻ റളിയല്ലാഹു അൻഹു ഡാഷ്. ഉത്തരം ജനിച്ചത്. നിങ്ങളോട് ഹസ്സൻ റളിയല്ലാഹു അൻഹു എന്നാണ് ജനിച്ചതെന്നും കൂടി ചോദിക്കും. അപ്പോൾ ഹിജറ 3-ാം വർഷം റമളാനിലായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് ഡാഷ്. ഉത്തരം കർബല. മൂന്നാമത്തെ ചോദ്യം, ഇസ്ലാമിലെ 3-ാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു ഡാഷ്. ഉത്തരം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 10 ആളുകളിൽ 6 ആളുകളുടെ പാഠങ്ങളുണ്ട്. അപ്പം അതിലുള്ള അവരെ പറ്റിയിട്ടുള്ളതും കാര്യങ്ങളൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ ആ 10 ആളുകളുടെ ജനിച്ച വർഷവും മരിച്ച വർഷവും അതുപോലെ തന്നെ ഖബറും കുടുംബവും ഒക്കെ തന്നിട്ടുണ്ട്. ആ കള്ള് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. കാരണം അത് ഒരുപാട് വട്ടം ചോദിച്ചതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആതിക്കയുടെ സഹോദരൻ കൂടിയാണ് ഡാഷ്. ഉത്തരം സഈദ് റളിയല്ലാഹു അൻഹു. സഈദും മാറാതെ നോക്കണം. അഞ്ചാമത്തെ ചോദ്യം, സുബൈർ ഇബ്നു അവ്വാമിൻ്റെ ഖബർ ഡാഷ്. ഉത്തരം ബസ്റ. ഇതുപോലെ ആയിരിക്കും ഖബറും ജനിച്ച വർഷമൊക്കെ ചോദിക്കുക. അപ്പം അത് പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെ വെച്ചാണ്? ഉത്തരം ജോർദാനിലെ ബൈസാനിൽ വെച്ച്. രണ്ടാമത്തെ ചോദ്യം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ ലഭിച്ച അൻസാരി സഹോദരൻ ആരായിരുന്നു? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനാണ് മദീനയിൽ ലഭിച്ച അൻസാരി സഹോദരൻ. ആരാണ്?
സഅദ് ബിനു റബിയ. ചോദ്യം 3. അൽ ഖിലാഫത്തു റാഷിദയുടെ ഭരണകാലം ഏത് മുതൽ ഏത് വരെയാണ്? ഉത്തരം ഹിജറ 11 മുതൽ 40 വരെയാണ്. ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, മുഗൾ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ലൊഹീറുദ്ദീൻ ബാബർ ഷാ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മുഗൾ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ. ചോദ്യം 5. ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചതോടെ ഏത് പേരായിരുന്നു സ്വീകരിച്ചത്? ഉത്തരം എന്താണ്? താജുദ്ദീൻ. ചേരമാൻ പെരുമാൾ ഒരു ഹിന്ദു ആയിരുന്നു. അദ്ദേഹം താജുദ്ദീൻ എന്ന പേരിൽ ഇസ്ലാം സ്വീകരിച്ചു. അതൊക്കെ നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം. 1. മഖ്ദൂം ഒന്നാമൻ്റെ രചനകൾ. ഒരുപാട് രചനകളുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും 2 രചനകൾ എഴുതി കൊടുത്താൽ മതി. ഉത്തരം മുർഷിദു തുല്ലാബ്, സിറാജുൽ ഖുലൂബ്, ഷംസുൽ ഹുദ, കിതാബുൽ അദ്ഖിയ, ഇർഷാദുൽ ഖാസിദീൻ, തഹ്രീറുൽ ഈമാൻ, കിഫായത്തുൽ ഫറായിൽ, കിതാബു സൊഫ മിനഷിഫ, തഹ്സീലുൽ കിഫായ തുടങ്ങിയവയാണ്. അതിൽ ഞാൻ ആദ്യത്തെ 2 എഴുതുന്നത്. മുർഷിദു തുല്ലാബു, സിറാജുൽ ഖുലൂബ്. രണ്ടാമത്തെ ചോദ്യം, ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖർ. അവർ 3 പേരാണ്. മാലിക് ബിനു ദീനാർ, ഷറഫ് ബിനു മാലിക്, മാലിക് ബിനു ഹബീബ്. അതിലും ഞാൻ ഒന്നാമത്തത് മാലിക് ബിനു ദീനാർ, മാലിക് ബിനു ഹബീബ്. ചോദ്യം 3. ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹ്യ ഗുണങ്ങൾ. 3 എന്നുള്ളത് 2 എഴുതുക. ഉത്തരം മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലി, എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ് തുടങ്ങിയവയാണ്. അതിൽ ഞാൻ ആദ്യത്തെ 2 എഴുതുന്നത്. ഉത്തരം മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലി. 4ാമത്തെ ചോദ്യം, ഔറംഗസീബ് ആലിംഗീരിയുടെ വ്യക്തിഗുണങ്ങൾ. അതും ഒരുപാടുണ്ട്. സമയമായാൽ ഉടനെ നിസ്കരിക്കുക, ഉളു മുറിയാതെ സൂക്ഷിക്കുക, റമളാനിലെ രാവുകളെ തറാവി കൊണ്ട് ഹയാത്താക്കുക, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക എന്നിവയാണ് വ്യക്തിഗുണങ്ങൾ. ഇതിൽ 2 ഞാൻ എഴുതുന്നത്. സമയമായാൽ ഉടനെ നിസ്കരിക്കുക, വുളു മുറിയാതെ സൂക്ഷിക്കുക. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. താഴെ പറയുന്നവരുടെ കുടുംബം എഴുതാനാണ്. 1ാമത്തേത് അലി റളിയല്ലാഹു അൻഹു ബനു ഹാഷിം കുടുംബമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. ചോദ്യം 2. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു ഫിഹ്ർ കുടുംബം ആണ്. ചോദ്യം 2. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. ഉത്തരം ബനു ഉമയ്യ കുടുംബമാണ്. ചോദ്യം 4. സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു അസദ് കുടുംബം ആണ്. ചോദ്യം 5. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. ഉത്തരം ബനു തൈം കുടുംബമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ കോളത്തിൽ നിന്ന് വരിക, അല്ലെങ്കിൽ വർഷമായിരിക്കും ചോദിക്കുക. എങ്ങനെയായാലും അത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് കാണാം. 2 പ്രാവശ്യമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ബെൽ ബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.